ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സീറോ മലബാർ സഭയുടെ വേദപഞ്ചാംഗം ഏലിയ സ്ലീവ മൂശ കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതിൽ ഏലിയ മൂശ സ്ലീവ. ഏലിയ പ്രവാചകൻ, മോശെ അല്ലെങ്കിൽ മൂശ, സ്ലീവ യേശു ക്രിസ്തു. ഈ മൂന്ന് ബൈബിളിലെ മൂന്ന് കഥാപാത്രങ്ങളും കേന്ദ്രീകരിച്ചാണ് ഈ കാലം. അതുകൊണ്ട് തന്നെ ഏലിയ സ്ലീവ മൂശക്കാലത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച വായിക്കുന്നത് കർത്താവിൻ്റെ രൂപാന്തരീഭാവമാണ്. മോശയും ഏലിയായും പ്രത്യക്ഷപ്പെട്ട രംഗം, സ്ലീവായോടൊപ്പം പ്രത്യക്ഷപ്പെട്ട രംഗം. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇന്ന് പഴയ നിയമത്തിൻ്റെ വായന പുറപ്പാട് പുസ്തകം 34 അധ്യായം 28 മുതൽ 35 വരെ വാക്യങ്ങളാണ്. മോശെ അവിടെ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും 40 പകലും 40 രാവും യാഹ്വേയുടെ കൂടെ ചെലവഴിച്ചു. ഉടമ്പടിയുടെ വചനങ്ങളായ 10 പ്രമാണങ്ങൾ അവൻ പലകകളിൽ എഴുതി. സാക്ഷ്യത്തിൻ്റെ പലക രണ്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് മോശെ സീനായ് മലയിൽ നിന്ന് താഴേക്ക് വന്നു. ദൈവം തന്നോട് സംസാരിച്ച നിമിത്തം തൻ്റെ മുഖം തേജോമയമായിരിക്കുന്നു എന്ന കാര്യം അവൻ അറിഞ്ഞില്ല. അഹറോനും ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയെ നോക്കിയപ്പോൾ അവൻ്റെ മുഖചർമ്മം പ്രകാശിക്കുന്നത് കണ്ടു. അവൻ്റെ അടുക്കൽ ചെല്ലാൻ അവർ ഭയപ്പെട്ടു. മോശെ അവരെ വിളിച്ചു. അഹറോനും സഭയിലെ നേതാക്കന്മാരും അടുത്ത് ചെന്നു. മോശെ അവരോട് സംസാരിച്ചു. അതിനുശേഷം ഇസ്രായേൽ മക്കളെല്ലാം അവൻ്റെ അടുത്ത് ചെന്നു. ഇസ്രായേൽ മലയിൽ വെച്ച് യാഹ്വെ തന്നോട് അരുളി ചെയ്തതെല്ലാം അവൻ അവർക്ക് കൽപ്പനയായി നൽകി. മോശെ അവരോട് സംസാരിച്ചു തീർന്നപ്പോൾ അവൻ തൻ്റെ മുഖത്ത് ഒരു മൂടുപടം ഇട്ട് മുഖം മറച്ചു. മോശെ യാഹ്വയോട് സംസാരിക്കാൻ തിരുമുമ്പിൽ ചെല്ലുമ്പോൾ മൂടുപടം നീക്കിയിരിക്കും. മോശെ തിരുസന്നിധിയിൽ നിന്ന് പുറത്തു വരുന്നത് വരെ മൂടുപടം ധരിച്ചിരുന്നില്ല. അവൻ പുറത്തു വന്ന് അവിടുന്ന് തന്നോട് കൽപ്പിച്ചവയെല്ലാം ഇസ്രായേൽ മക്കളോട് പറഞ്ഞിരുന്നു. മോശയുടെ മുഖചർമ്മം പ്രകാശിക്കുന്നതായി ഇസ്രായേൽ മക്കൾ കണ്ടതുകൊണ്ട് യാഹ്വയോട് സംസാരിക്കാൻ അകത്ത് കടക്കുന്നത് വരെ മോശെ മുഖം മറച്ചിരുന്നു. മോശയുടെ മുഖത്തെ മൂടുപടത്തെക്കുറിച്ചാണ് ഈ തിരുവചനം. ദൈവത്തെ കാണാൻ ചെല്ലുമ്പോൾ മൂടുപടം നീക്കും, ഇസ്രായേൽക്കാരുടെ അടുത്തെത്തുമ്പോൾ മൂടുപടം ഇടും. ഇതാണ് തിരുവചനം പറയുന്നത്. നമുക്കിതിലത്തെ 2 കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്യാം, എന്നിട്ട് രൂപാന്തരീഭാവവുമായിട്ട് നമുക്കൊന്ന് ബന്ധിപ്പിക്കാം. മോശയുടെ മുഖം തേജോമയം എന്നാണ്. തേജോമയം, പ്രകാശധോരണി. ഹീബ്രു ഭാഷയിലെ ഖാറാൻ എന്ന വാക്കിന് രശ്മികൾ നിർഗളിച്ചു എന്നോ പ്രകാശം കൊമ്പ് പോലെ ഉയർന്നു നിന്നു എന്നോ അർത്ഥം വരാം. ഹബക്കുക്ക് 3:4 അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്. രശ്മികൾ നിർഗളിച്ചു എന്നോ പ്രകാശം ഇങ്ങനെ കൊമ്പ് പോലെ ഉയർന്നു നിന്നു. ഖാറൻ എന്ന വാക്ക് കൊമ്പ് എന്നർത്ഥമുള്ള ഖേരാൻ എന്ന വാക്കുമായി ബന്ധപ്പെട്ടതാണ് ഹീബ്രുവിൽ. ഹീബ്രുവിൽ സ്വരാക്ഷരങ്ങളില്ലാത്തതിനാൽ 2 തരത്തിലും വായിക്കാം. ഖാറാൻ എന്നും ഖേറാൻ എന്നും വായിക്കാം. ലത്തീൻ ബുൾഗാത്തയിലെ വിശുദ്ധ ജെറോം അവൻ്റെ മുഖത്ത് 2 കൊമ്പുണ്ടായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. 2 കൊമ്പ്. മീക്കലാഞ്ചയെ പോലുള്ള കലാകാരന്മാരെ ഇത് സ്വാധീനിച്ചത് കൊണ്ടാണ് നിങ്ങൾ മോശയുടെ ചിത്രം മീക്കലാഞ്ചലോ വരച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ 2 കൊമ്പ് ഇങ്ങനെ കാണാം. 2 കൊമ്പ് ശിരസിൽ നിന്ന് പ്രകാശം കൊണ്ട് 2 കൊമ്പ് ഉയർന്നു വരുന്നതായി മീക്കലാഞ്ചലോ ചിത്രീകരിച്ചിട്ടുണ്ട്. അതിനനുകരിച്ച് ഒരുപാട് ചിത്രങ്ങളുണ്ട്. രൂപാന്തരീഭാവ സമയത്ത് യേശുവിൻ്റെ മുഖം വെളിച്ചം കൊണ്ട് വെട്ടിത്തിളങ്ങിയെന്ന് മത്തായി രേഖപ്പെടുത്തുമ്പോൾ മോശയുടെ ഈ ചിത്രം മനസ്സിലുണ്ടായിരുന്നിരിക്കണം. അവൻ്റെ മുഖം തേജോമയമായിരുന്നു. മത്തായി 17:2. മോശയെ ദൈവസന്നിധിയിലായിരുന്നു എന്നതിന് ഒരു തെളിവ്, ജനത്തിനുള്ളൊരു സാക്ഷ്യം. അതാണ് ഈ പ്രകാശധോരണി. എന്നിട്ട് പറയാണ് 33 വാക്യത്തിൽ പറയാണ്, ഒരു മുഖാവരണം, ഒരു മൂടുപടം ധരിച്ചിരുന്നു മോശെ. ഹെബ്രായ ഭാഷയിൽ മസ്വേ എന്നാണ് ഈ മൂടുപടം, മുഖാവരണം എന്നൊരു വാക്ക്. ബൈബിളിൽ ഈ വാക്ക് ഇവിടെ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ദൈവത്തിൽ നിന്ന് വെളിപാട് സ്വീകരിക്കുമ്പോൾ മോശെ മുഖത്ത് മൂടുപടം നീക്കി. വെളിപാട് സ്വീകരിക്കാത്തപ്പോൾ, വിശേഷിച്ച് ജനങ്ങളോട് സംസാരിക്കുമ്പോൾ മോശെ മുഖത്ത് ഒരു മൂടുപടം ഇട്ടും മുഖം മറച്ചു. ഇതിനെക്കുറിച്ച് ഈ പൗലോസ്ലീഹയുടെ ഒരു വ്യാഖ്യാനമുണ്ട്. സീനായ് ഉടമ്പടിയുടെ തേജസ് ക്രമേണ മങ്ങിപ്പോയിരുന്നത് കൊണ്ടാണ് മോശെ ഈ മൂടുപടം ഇട്ടതെന്നാണ് പൗലോസിന്റെ വ്യാഖ്യാനം. 2 കൊരിന്തോസ് 3:7 വാക്യം മുതൽ 13 വാക്യം വരെ ആ വാചകങ്ങൾ പൗലോസിന്റെ വ്യാഖ്യാനം. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണത്തിന്റെ ശുശ്രൂഷ മോശയുടെ മുഖ തേജസ് നിമിത്തം
ആ തേജസ് നീങ്ങിപ്പോകാനുള്ളതായിരുന്നെങ്കിലും ഇസ്രായേൽ മക്കൾക്ക് ആ മുഖത്ത് നോക്കാനാവാത്ത വിധം തേജസ് ഉള്ളതായിരുന്നെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ കൂടുതൽ തേജസ് ഉള്ളതാകയില്ലയോ? എന്തുകൊണ്ടെന്നാൽ ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ് ആകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ അതിനേക്കാൾ തേജസ്സേറിയതായിരിക്കും. അതെ, തേജസ്സോട് കൂടിയത് ഇക്കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ് ഇല്ലാത്തതായി. നീങ്ങിപ്പോകുന്നത് തേജസ് ഉള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ് ഉള്ളതായിരിക്കും. ഇത്തരത്തിലുള്ള പ്രത്യാശയുള്ളത് കൊണ്ട് ഞങ്ങൾ വളരെ ചങ്കൂറ്റമുള്ളവരാണ്. നീങ്ങിപ്പോകുന്നതിന്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതിരിക്കാൻ വേണ്ടി മോശെ തന്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെ അല്ല ഞങ്ങൾ. അവരുടെ മനസ്സുകൾ കഠിനമാക്കപ്പെട്ടിരുന്നു. പഴയ ഉടമ്പടി വായിക്കുമ്പോഴെല്ലാം ആ മൂടുപടം നീങ്ങാതെ ഇന്നും ഇരിക്കുന്നു. ക്രിസ്തുവിലൂടെ മാത്രമാണ് അത് നീക്കപ്പെടുന്നത്. മോശയെ വായിക്കുമ്പോൾ ഒരു മൂടുപടം ഇന്നും അവരുടെ ഹൃദയത്തിൽ കിടക്കുന്നുണ്ട്. എന്നാൽ കർത്താവിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം നീങ്ങിപ്പോകും. ഇതാണ് പൗലോസ്ലിയുടെ വ്യാഖ്യാനം. മൂടുപടം 2 കൊരിന്ത്യർ 3:13 മൂടുപടം പുറപ്പാട് പുസ്തകത്തിലെ വർണ്ണിക്കുന്ന ഈ സംഭവം മോശയുടെ നമ്മൾ കണ്ടു കഴിഞ്ഞു. 34-ാമത്തെ അധ്യായത്തിലെ ഈ ഒരു ഘടകം, അതായത് മോശ മുഖത്ത് മൂടുപടം ഇട്ടു, ആ ഒരു ഘടകം മാത്രമാണ് പൗലോസ് തന്റെ വ്യാഖ്യാനത്തിൽ ഉപയോഗിക്കുന്നത്. ഇസ്രായേലരോട് സംസാരിച്ചു തീരുമ്പോൾ മോശ തന്റെ മുഖത്ത് ഒരു മൂടുപടം ഇട്ടു. മോശ കർത്താവിന് സംസാരിക്കാൻ തിരുമുമ്പിൽ ചെല്ലുമ്പോൾ ആ മൂടുപടം നീക്കി. ഇത്രയാണ് പുറപ്പാട് താളിലുള്ളൂ. എന്തിനാണ് മോശ മൂടുപടം ഇട്ടത്? എന്തിനാണ് നീക്കിയത്? പൗലോസിന്റെ വ്യാഖ്യാനം ഇതാണ്: തന്റെ മുഖത്തുള്ള തേജസ്സും തന്റെ ശുശ്രൂഷയും താൽക്കാലികമാണെന്ന് അറിയാമായിരുന്ന മോശയെ അത് മറച്ചു പിടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഈ തേജസ് മങ്ങിപ്പോകുകയാണ്. അത് ഇസ്രായേൽക്കാരെ കാണാതിരിക്കാൻ വേണ്ടിയാണ് മൂടുപടം ഇട്ടത്. ദൈവത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ മൂടുപടം നീക്കുകയും ജനത്തോട് സംസാരിക്കുമ്പോൾ മൂടുപടം ഇടുകയും ചെയ്തത് ആ മുഖത്തെ തേജസ്, മോശയുടെ മുഖത്തെ തേജസ് താൽക്കാലികമാണെന്നും മങ്ങിക്കൊണ്ടിരിക്കുന്നതാണെന്നും മോശയ്ക്ക് അറിയാമായിരുന്നത് കൊണ്ടാണ്. ആ മങ്ങിപ്പോകുന്ന കാര്യം, തേജസ് മങ്ങിപ്പോകുന്ന കാര്യം ഇസ്രായേൽക്കാരെ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് മോശെ മൂടുപടം ഇട്ടതെന്നാണ് പൗലോസിന്റെ വ്യാഖ്യാനം. അതേസമയം കർത്താവിന് മുമ്പിൽ ചെന്നപ്പോഴും മോശ മൂടുപടം നീക്കിയിരുന്നു. അപ്പോൾ കർത്താവിലേക്ക് തിരിയുമ്പോഴാണ് ആ മൂടുപടം നീങ്ങിപ്പോകുക എന്നാണ്. കർത്താവിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം നീങ്ങിപ്പോകും. മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ് പ്രതിബിംബിച്ചുകൊണ്ടിരിക്കും. മൂടുപടം നീങ്ങിയ മുഖത്ത് പൗലോസിന്റെ എതിരാളികൾ, കൊരിന്ത്യർ സഭയിലെ പൗലോസിന്റെ എതിരാളികളുണ്ടായിരുന്നു. അവരിപ്പോഴും മോശയുടെ മൂടുപടം ഇട്ട് നടക്കുക. അതിനാൽ അവരുടെ മുഖത്ത് കർത്താവിന്റെ തേജസ് പ്രതിബിംബിക്കുന്നില്ല. പൗലോസും സഹപ്രവർത്തകരുമാകട്ടെ കർത്താവിന് മുമ്പിൽ തുറന്ന മനസ്സ്, മൂടുപടം മാറ്റിയ ഹൃദയമുള്ളവരാണ്. അദ്ദേഹത്തിന്റെ എതിരാളികളും അവരെ പിന്തുണയ്ക്കുന്നവരും കർത്താവിന് മുമ്പിൽ അടഞ്ഞ മനസ്സ്, മൂടുപടം ഇട്ട ഹൃദയമുള്ളവരാണ്. അവരുടെ മനസ്സ് കടുപ്പമേറിയതാണ്. ഇതാണ് പൗലോസിന്റെ വ്യാഖ്യാനം. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ രൂപാന്തര ഭാവത്തിലേക്ക് വരിക. രൂപാന്തര ഭാവത്തിൽ എന്താണ് സംഭവിച്ചത്? കർത്താവ് തൻ്റെ മനുഷ്യത്വമാകുന്ന വിരി, മൂടുപടം പതുക്കെ ഒന്ന് പൊക്കി. അപ്പോൾ അവന് ദൈവത്തെ കാണാൻ പറ്റി. ആർക്ക്? 3 പേർക്ക് മാത്രം. എല്ലാവർക്കും ഇല്ല, 3 പേർക്ക്. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, 3 പേർക്ക്. അത് കണ്ട് അവന് ഭയപ്പെട്ടു. അവൻ ദൈവമാണ് എന്നുള്ള വെളിപാടായിരുന്നത്. ഒരു ദൈവത്വം ഒരു മിന്നൊലി പോലെ, ഒരു മിന്നായം പോലെ കാണിച്ചുള്ളൂ. അപ്പൊ ഈശോ തൻ്റെ മനുഷ്യത്വമാകുന്ന ആ മൂടുപടം, ആ വിരി പതുക്കെ ഒന്ന് ഉയർത്തിയപ്പോൾ അവന്റെ ദൈവത്വം വെട്ടിത്തിളങ്ങി. ഇതാണ് രൂപാന്തര ഭാവത്തിൽ. ഇത് നമ്മുടെ സഭയുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മിൽ പലരും പഴയ നിയമം വേണ്ട എന്ന് വിചാരിക്കുന്നവരാണ്. ക്രിസ്തുവർഷം 144 മാഴ്സിയൻ എന്ന് പറഞ്ഞ ആളെ സഭയിൽ നിന്ന് പുറത്താക്കി. അയാൾ സഭയിലേക്ക് വന്നപ്പോൾ കുറെ പണം കൊണ്ടുവന്നിരുന്നു. ആ പണം തിരിച്ചു കൊടുത്ത് സഭയിൽ നിന്ന് പുറത്താക്കി മാഴ്സിയനെ. എന്താ കാര്യം എന്നറിയോ? അദ്ദേഹം പറഞ്ഞിരുന്നത് പഴയ നിയമം ആവശ്യമില്ലെന്നാണ്. പഴയ നിയമം വേണ്ട, ആ മൂടുപടം കീറിപ്പോയി, ദേവാലയം ഇവർ കീറിപ്പോയി, അതുകൊണ്ട് പഴയ നിയമം വേണ്ട. അയാളെ സഭയിൽ നിന്ന് പുറത്താക്കാൻ മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ ഒരു ആമുഖം സുവിശേഷങ്ങളുടെ തുടക്കത്തിലേക്ക് എഴുതി വെച്ചു. ആന്റി മൈഴ്സിയനായിട്ട് പ്രലോഭം എന്ന് പറയാം. നിങ്ങൾ സുവിശേഷങ്ങൾ എഴുതപ്പെട്ട മത്തായി ആണോ എഴുതിയത്, മർക്കോസ് ആണോ എഴുതിയത്, ലൂക്കാസ് ആണോ എഴുതിയത്, യോഹന്നാനാണോ എഴുതിയത്, ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പണ്ഡിതന്മാർ വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്ന രേഖയാണ് ആന്റി മാഴ്സിയനായിട്ട് പ്രലോഗ്.
മാഴ്സിയനെതിരെയുള്ള പ്രലോഗ്, ആമുഖം. ഇപ്പം ഇത് മത്തായിയോൻ, ഇത് മത്തായി എഴുതിയതാണ്, ഇത് മർക്കോസ് എഴുതിയതാണ്, ലൂക്കാസ് എഴുതിയതാണ്. ഇതൊക്കെ ഈ ആന്റി മാഴ്സിയനായിട്ട് പ്രലോഗനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം മാഴ്സിയനെ സഭയിൽ നിന്ന് പുറത്താക്കി, അയാൾ കൊണ്ടുവന്ന പണം തിരിച്ചു കൊടുത്തു വിട്ടു. അദ്ദേഹത്തിനെതിരെ ഒരു ആമുഖം സുവിശേഷങ്ങളുടെ തുടക്കത്തിൽ എഴുതി വെച്ചു. അദ്ദേഹത്തിനെതിരെ എന്താ കാര്യം? അയാള് പഴയ നിയമം വേണ്ട എന്ന് വാദിച്ചിരുന്ന ആളാണ്. നമ്മുടെ സഭയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലെങ്കിലും നമ്മിൽ പലരും പഴയ നിയമം വേണ്ട, പഴയ നിയമം ആവശ്യമില്ല, അത് റദ്ദാക്കപ്പെട്ടു എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ മുണ്ടാർന്ന് വെച്ചാൽ ദേവാലയം കീറിപ്പോയി, അതുകൊണ്ട് പഴയ നിയമം കീറിപ്പോയി എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നില്ലേ? എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇത് പഴയ നിയമത്തിലെയാണ്. അങ്ങനെ പറഞ്ഞ് പഴയ നിയമത്തെ റദ്ദാക്കാൻ ശ്രമിക്കുന്നവര് ഈ പറഞ്ഞ പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ ആ മൂടുപടം ഇപ്പോഴിട്ട് നടക്കുകയാണ്. പഴയ നിയമം എന്താണെന്നും പഴയ നിയമം എങ്ങനെ പുതിയ പൂർത്തിയായതെന്നും തിരിച്ചറിയാതെ ഇപ്പോഴും മൂടുപടം ഇട്ട് നടക്കുകയാണ്. മൂടുപടം നീക്കണം. മൂടുപടം ഉണ്ട്, അത് നീക്കണം. കർത്താവിന് മനുഷ്യത്വമുണ്ട്, ദൈവത്വമുണ്ട്. ആ മനുഷ്യത്വം എന്ന ആ വിരി അവൻ പൊക്കിയപ്പോഴാണ് അവൻ ദൈവത്വം കണ്ടത്. നമ്മൾ കർത്താവിനെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അന്ന് കർത്താവ് ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവനെ കണ്ടാൽ ദൈവമാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ദൈവമാണെന്ന് കാണിക്കുന്ന എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒന്നുമില്ല. ഒന്ന് കടലിന്റെ മീത് നടന്നപ്പോഴും പിന്നെ രൂപാന്തര ഭാവത്തിലാണ് അവൻ ദൈവത്വം, അതായത് മരണത്തിന് മുൻപ് ദൈവത്തെ ഒരു അല്പം കാണിച്ചത്. അത് വളരെ കുറച്ച് പേർക്ക്. മറ്റുള്ളവരൊക്കെ നോക്കിയപ്പോൾ അവൻ മനുഷ്യനാണ്, പക്ഷെ അവൻ ദൈവമാണ്. അപ്പൊ അവന്റെ ആ മനുഷ്യത്വം അല്പം ഒന്ന് ഉയർത്തിയപ്പോൾ മാത്രമാണ് അവൻ ദൈവത്വം കണ്ടത്. മരണത്തിന് മുമ്പുള്ള കാര്യം ഞാൻ പറയണേ. അതും ഏതാനും പേർക്ക് മാത്രം, എല്ലാവർക്കും അല്ല. ഇതുപോലെ ഒരു സംഗതിയാണ് നമ്മുടെ സീറോ മലബാർ സഭയിൽ ദേവാലയ വിരി. ഒരു മൂടുപടമാണ്. അവന് ദൈവത്തെ മറച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ മൂടുപടം മാറ്റും. ദൈവത്തെ നോക്കുമ്പോൾ മൂടുപടം മാറ്റും. മോശെ മൂടുപടം മാറ്റിയതുപോലെ അതിന് ആധ്യാത്മിക അർത്ഥമാണ് പൗലോസ് പറയുന്നത്. എന്താണ്? ഹൃദയം തുറന്നു വയ്ക്കുക ദൈവത്തിന് മുമ്പിൽ. അത് ആധ്യാത്മിക അർത്ഥം. കൗതാശികമായിട്ടാണെങ്കിലോ, കൂതാശപരമായിട്ടാണെങ്കിൽ ദേവാലയവിരി തുറക്കണം. ഇപ്പോൾ നമ്മൾ ഈ ദേവാലയവിരി ഇല്ലാത്ത സ്ഥലത്ത് സർവാധുവിനും പാട്ട് പാടുമ്പോൾ ചില അച്ഛന്മാർ ആൾക്കാരിലേക്ക് തിരിയുന്നു, അപ്പോൾ മണി അടിക്കുന്നു. വാസ്തുവിൽ ജനത്തിന് പ്രത്യേകിച്ചൊന്നും തോന്നണില്ല. കാരണം എന്താ? അവരെല്ലാം ദൈവത്തിങ്കിലേക്ക് തന്നെ തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. ദേവാലയവിരി ഉണ്ടായിരുന്നെങ്കിലോ സ്വർഗം തുറക്കപ്പെടുന്ന പ്രതീതി, ആ വികാരം, ആ വിശ്വാസം അത് പ്രഖ്യാപിക്കപ്പെടുമായിരുന്നു. അപ്പൊ ദേവാലയവിരി വേണ്ടെന്ന് വെക്കുമ്പോൾ പഴയ നിയമവും വേണ്ട, പുതിയ നിയമവും നേരെ ചുവ വേണ്ട എന്ന് പറയുകയാണ്. വാസ്തവത്തിൽ മോശ അവിടെയല്ലേ രൂപാന്തര ഭാവത്തില്. അപ്പൊ മോശയ്ക്കുണ്ട ഈ അനുഭവം, ഒരു മൂടുപടം, ദൈവത്തെ കാണുമ്പോൾ ആ മൂടുപടം നീക്കുക. പൗലോസിലൊക്കെ പറയുന്നത് കർത്താവിനെ കാണുമ്പോൾ മൂടുപടം നീക്കണമെന്നാണ്. അത് കൗതാശികമായിട്ട് വേണം, അതാണ് ദേവാലയ വിരി. ആധ്യാത്മികമായിട്ട് വേണം, മനസ്സ് തുറക്കണം. അപ്പോൾ നമ്മുടെ മുഖത്ത് ദൈവത്തിന്റെ തേജസ്, കർത്താവിന്റെ തേജസ് പ്രകാശിക്കും. അങ്ങനെ പ്രകാശിക്കുന്നെങ്കിൽ നമ്മൾ പുറത്തു പോകുമ്പോൾ, പള്ളിക്ക് പുറത്തു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ, ധാർമ്മിക ജീവിതത്തിലൂടെ, സൽപ്രവൃത്തികളിലൂടെ, പരസ്നേഹത്തിലൂടെ, നല്ല കുടുംബ ഭദ്രതയുള്ള കുടുംബങ്ങളിലൂടെ, കുടുംബ പ്രാർത്ഥനയിലൂടെ ഇതൊക്കെ ഈ കർത്താവിന്റെ തേജസ് മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കും. അതിന് വേണ്ട കാലയളവാണിത്. അപ്പൊ നമുക്ക് ഈ പഴയ നിയമവും വേണം, പുതിയ നിയമവും വേണം എന്ന ആ ചിന്തയും, പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ കടക്കുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകുന്നത് കൗതാശികമായി അവതരിപ്പിക്കണം. അത് ദേവാലയവിരിക്ക് വേറെ ഒരുപാട് അർത്ഥങ്ങളാണ് ഞാൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ഇങ്ങനൊരു അർത്ഥം കൂടിയുണ്ട്. മോശയെ പോലെ മൂടുപടം ഇട്ടിരിക്കുന്ന ആളുകളുണ്ട്. നമ്മളൊക്കെ അങ്ങനെയുള്ളവരാ. അതിന്റെ ഒരു പ്രതീകം കൂടിയാണ് ദേവാലയവിരി. അപ്പോൾ അവന് ദൈവത്തെ കാണാൻ കഴിയില്ല. ദേവാലയവിരി നിൽക്കുമ്പോൾ അവന് ദൈവത്തെ കാണാൻ പറ്റുന്നു. അത് അടയാളങ്ങളിലൂടെയും ചിഹ്നങ്ങളിലൂടെയും വചനം പ്രഖ്യാപിക്കുന്നതാണ് കൂദാശ. അടയാളങ്ങൾ. ആ വാക്ക് എത്ര പ്രാവശ്യമാണ് സ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്? അടയാളങ്ങളിലൂടെ, സജീവമായ അടയാളങ്ങളിലൂടെ വചനം പ്രഖ്യാപിക്കുക, വചനം പ്രഘോഷിക്കുക. അപ്പോൾ വചനത്തിന് ജീവൻ വയ്ക്കും. ഇതാണ് കൂദാശ. ചുരുക്കത്തിൽ ഈ ഏലിയ സ്ലീഹ മൂശക്കാലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ തേജസ് കാണാൻ നമ്മൾ ദേവാലയ വിരി തുറക്കണം എന്നുള്ളതാണ്. കൗതാശികമായിട്ട്. ആധ്യാത്മികമായിട്ട് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് തുറന്നു വെക്കണം, ഹൃദയം തുറന്നു വെക്കണം. അസ്തിത്വാത്മകമായി പറഞ്ഞാൽ നമ്മൾ ദേവാലയത്തിന് പുറത്തു പോകുമ്പോൾ ഈ കർത്താവിന്റെ തേജസ് മറ്റുള്ളവർക്ക് പ്രസരിപ്പിക്കണം.
അത് പല പല തരത്തിൽ നമ്മുടെ ജീവിതത്തിലൂടെ ഇങ്ങനെ എല്ലാം ബന്ധപ്പെട്ടാണ്. ഇതിലേതെങ്കിലും ഒന്ന് നിഷേധിച്ചാൽ ആത്മീയം മാത്രം മതി, നമ്മുടെ മനസ്സ് തുറന്നാൽ മതി, കൗതാശികം വേണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ സമ്പന്നത അത് നമ്മൾ ചോർത്തിക്കളയാണ്. ഈ ദേവാലയത്തിൽ തുറന്നാൽ മാത്രം മതി, നല്ല ജീവിതം ഒന്നും വേണ്ട, ഹൃദയം തുറക്കണ്ടെന്ന് പറഞ്ഞാൽ അപ്പോഴും നമ്മൾ ഈ സമ്പന്നത ചോർത്തിക്കളയാണ്. അങ്ങനെ ചോർത്തിക്കളയാൻ ഇടയാകാതിരിക്കട്ടെ. നമുക്ക് ഈ നമ്മുടെ മെത്രാന്മാരിൽ കുറച്ച് പേരും വിമത വൈദികരൊക്കെ ഇപ്പോഴും മൂടുപടം എന്ന് വെച്ചാൽ ഹൃദയകാഠിന്യം എന്ന മൂടുപടം ഇട്ട് നടക്കുക. അവരുടെ മുഖത്ത് ദൈവത്തിന്റെ തേജസ് വരില്ല. കാരണം എന്താണ്? അവർ ഈ പഴയ നിയമം മുഴുവൻ പാടെ നിഷേധിക്കുകയാണ്, രഹസ്യാത്മകത മുഴുവൻ നിഷേധിക്കുകയാണ്, കൗതാശികത നിഷേധിക്കുകയാണ്. എന്നിട്ട് അവർ ആത്മീയത മാത്രം പറഞ്ഞു നടക്കുകയാണ്. അപ്പോൾ അവര് ഈ ഒരു തരം മൂടുപടം, ഹൃദയകാഠിന്യം വന്ന് മൂടുപടം ഇട്ടിരിക്കുകയാണ്. കർത്താവിന്റെ തേജസ് അവരുടെ മുഖത്ത് പ്രകാശിക്കില്ല. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം സ്വതന്ത്രമായിട്ട്, അതായത് ഞാൻ പറയുന്ന പ്രസംഗം പോലും നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഹൃദയം തുറന്ന് കേൾക്കണം. ആ മൂടുപടം ഒന്ന് മാറ്റണം. അച്ഛൻ കൽദായവാദി, അച്ഛൻ മതവാദി, ഇങ്ങനെയുള്ള ചില ബ്രാൻഡുകൾ ചെയ്യാതെ ഞാൻ പറയുന്നത് വചനമാണോ നിങ്ങൾ പരിശോധിക്കൂ. എന്നിട്ട് ഈ ഞാൻ പറഞ്ഞ വ്യാഖ്യാനം സഭയുടെ വ്യാഖ്യാനത്തിൽ ചേർത്ത് പോകുന്നതാണെന്ന് നിങ്ങൾ പരിശോധിക്കൂ. എന്നിട്ട് നിശ്ചയിക്കൂ ഞാൻ പറഞ്ഞ് കേൾക്കണോ കേൾക്കണ്ടേന്ന്. മാണിപ്പറമ്പളിച്ചൻ പറഞ്ഞ പോലെ കേൾക്കണ്ട എന്ന് ചില വൈദികരിങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്, ഇരിങ്ങാലക്കുട രൂപത്തിലടക്കം. അങ്ങനെ ചെയ്യുന്നത് ദൈവത്തോടും വചനത്തോടും ചെയ്യുന്ന വലിയ തെറ്റായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഹൃദയം തുറന്ന് വചനം കേൾക്കാനും നമുക്ക് ദേവാലയത്തിൽ തുറന്ന കർത്താവിന്റെ തേജസ് കാണാനും നമ്മുടെ മനസ്സിന്റെ അന്ധത ആ മൂടുപടം എടുത്തു മാറ്റി ആത്മീയമായിട്ട് പ്രകാശിതമാകാനും പിന്നെ ധാർമ്മിക ജീവിതത്തിലൂടെ കർത്താവിന്റെ തേജസ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും, ഇങ്ങനെ എല്ലാ തരത്തിലും ഈ തേജസ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഏതാനും പേർക്ക് കഴിയും. അങ്ങനെ കഴിയുന്നവരിൽ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. നമുക്കത് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.